ഒരുപക്ഷെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ വന്ന ഒരാൾ, അയാൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ മക്കൾക്ക് പനിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പനിച്ചു എന്നാണ്. അങ്ങനെ ഒരാൾക്ക് പനിച്ചു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ മൊത്തം പനി പടർന്നു വരിക. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈക്കിൾ തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്. അപ്പം നമ്മൾ വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ആളുകളും അതുപോലെ തന്നെ കുറച്ച് ഏജ് ആയ ആളുകളും ഇതുപോലെ തന്നെ നന്നേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ പനീൻ്റെ ഒരു സമയത്ത്, പനി ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു സമയത്ത് അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡോക്ടറോട് ചോദിക്കാറുള്ളത്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി, പാനിക് ആവുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ്. എൻ്റെ ചില പേഷ്യൻസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബേജാറാവും, ടെൻഷനാവും. അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറയും, നന്നായിട്ട് ടെൻഷൻ അടിക്കുക. ഒരു 3 നേരം 10 ഗ്രാം വെച്ച് ടെൻഷൻ അടിക്കണം. ടെൻഷൻ അടികൊണ്ട് നിങ്ങളുടെ അസുഖം മാറുമായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും. അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കും. അപ്പോൾ ഈ ടെൻഷൻ അടിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം എല്ലാ കാര്യത്തിലും ഒരു അക്ഷമത കാണിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് കിട്ടുകയാണല്ലോ. എല്ലാം ഈ പറയുന്ന ഒരു സ്വിഗ്ഗിയുടെയും ഇൻസ്റ്റാമാർട്ടിൻ്റെയും കാലമാണല്ലോ. അപ്പോൾ പാനിക് ആവുന്നത് വലിയ പ്രശ്നമാണ്. ഒരു പനി വരുമ്പോഴത്തേക്കും കൊണ്ടുപോകാൻ, ചാടി വാരി കൊണ്ടുപോകാൻ. ഇത് അനാവശ്യമായ ചികിത്സ ഭാരം അവരിൽ മേലുണ്ടാക്കി വെക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ് ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, അതായത് കുട്ടികൾ, വൃദ്ധർ, പ്രഗ്നൻറ്റ് ലേഡീസ്, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വിഷയത്തിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ കോൾഡ് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന്, എയറോസോളൈസേഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ ജലദോഷപ്പനിയുടെ ധൂമങ്ങൾ, അവരുടെ അതുപോലെ തന്നെ ഈ ഡ്രോപ്സ് മറ്റുള്ള ഒരാളിലേക്ക് പടരാനുള്ള സാധ്യതയാണല്ലോ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേ. അപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ഇത്, പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസ്, ഒരു സ്പേസിങ് അവർ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അവർക്ക് വീട്ടിൽ അതിനുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, അവർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ കോണ്ടാക്ട്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമല്ല. പ്രഗ്നൻ്റ് ആയ ലേഡീസ്, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് 3 months, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതുപോലെ വൃദ്ധരായ ആൾക്കാർ, അവരെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ കൈകളുടെ വൃത്തിയും അതുപോലെ തന്നെ തുമ്മുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാലോ പ്രവാചക വൈദ്യത്തിൽ പോലും തുമ്മുന്നതിന് ചില ഉസൂലുകളുണ്ട്. കൈ മറച്ചു വെച്ച് തുമ്മുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എറ്റുക്കേറ്റ്സ്, അദബുകൾ, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ആ മര്യാദകൾ തന്നെയാണ് കോമൺ കോൾഡ് ആണെങ്കിലും മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ സഹായിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുക, പരിഹാരമായിട്ട് വരിക. രണ്ടാമത്തെ കാര്യം, ഒരു അസുഖം വന്നാൽ പിന്നെ നിരാശനാവുക എന്നുള്ളതില്ല. നമ്മളെപ്പോഴും പറയും ഓൾവേസ് ഫോൾ ഫോർവേഡ്, മുന്നോട്ടേക്കാണ് വീഴേണ്ടത്, ഫോർവേഡേക്കല്ല. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പനി വന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, അത്തരത്തിലുള്ള അനാവശ്യ പാനിക് സിറ്റുവേഷനിലേക്ക് പോകാതെ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് വരിക. മറ്റൊരു കാര്യം, എന്തൊക്കെയാണ് ഹോം റെമഡീസ് എന്നൊരു ചോദ്യം എവിടെയോ ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. ഒന്ന്, സാറ് പറഞ്ഞതുപോലെ ടെപ്പിഡ് സ്പഞ്ച്, അതായത് നനച്ച് തുടച്ചു കൊടുക്കുക. അത് വളരെ നല്ലൊരു രീതിയാണ്. അതായത് താപ നിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാവാതിരിക്കാൻ, ഊഷ്മാവ് ഒരളവിന് മുകളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ടെപ്പിഡ് സ്പഞ്ച്. മറ്റൊരു കാര്യം, നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഇഞ്ചി പോലുള്ള, തേൻ പോലുള്ള ഹോം റെമഡീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ സലൈൻ ഗാർഗിൾ, അതായത് ചൂടുവെള്ളത്തിൽ ആവശ്യത്തിലധികം ഉപ്പിട്ട്, അതായത് ഹൈപ്പർ സാച്ചുറേറ്റഡ് സലൈൻ ചെയ്തുകൊണ്ടുള്ള ഗാർഗിളിങ്, അതുപോലെ വോമായിട്ടുള്ള വാട്ടർ മാത്രം യൂസ് ചെയ്യുക, ആവി പിടിക്കുക, അതായത് ഒരു മിതത്തിൽ ഒരു ആവി പിടിക്കുക. ഇത്തരത്തിലുള്ള ഹോം റെമഡീസൊക്കെ ആദ്യത്തെ 3 ദിവസം ഒരു കംഫർട്ട് തരുന്ന കാര്യത്തിൽ പേഷ്യൻസിനെ സഹായിക്കും. ചിലപ്പോൾ റൂട്ട് കോസിനെയോ അസുഖത്തിൻ്റെ ട്രജക്ടറിനെയോ ഒന്നും എന്ത് ചെയ്യില്ല, ബാധിക്കില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ പോലും പേഷ്യൻസിനെ ആ 3 ദിവസത്തെ ക്ലേശകരമായ സമയത്തെ ടൈഡ് ഓവർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് സഹായിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്.